ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഒരു കുട്ടിയുടെ ഡാനൊരു കുഞ്ഞുണ്ട്. സ്വാഭാവികമായും വളർന്നു വരുമ്പോൾ വലിയ ആശങ്ക മാതാപിതാക്കൾക്കുണ്ടാകും, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അത്തരമൊരു ആശങ്ക നിറഞ്ഞൊരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പല രീതിയിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ, പല റാക്കറ്റുകൾ ഇന്ന് കുഞ്ഞുങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഡാനിപ്പോൾ ന്യൂസ് ഡെസ്കിലുണ്ട്. അവിടെ പല വൈബുള്ള അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയാൻ വഴി എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നത്. ഒരു ന്യൂ ജനറേഷൻ പേരൻസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ പേരൻസ് ഉണ്ട്. കുട്ടികളെ ശിക്ഷിച്ചു വളർത്തണം അല്ലെങ്കിൽ ശകാരിച്ചു വളർത്തണം എന്ന കാഴ്ചപ്പാടുള്ളവരും, അവരോടൊപ്പം ഡാനി സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു ബ്രോ ആയി, അവരുടെ ഒരു സുഹൃത്തായി കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിച്ച് അവരെയും കൂടി മനസ്സിലാക്കി അവരുടെ കൂടെ കളിച്ച് അവരുടെ കൂടെ സമയം കൂടുതൽ ചെലവഴിച്ച് മാതാപിതാക്കൾ ഇടപെടണം, കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. എങ്ങനെയാണ് പൊതുവെ നമ്മുടെ ഡെസ്കിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അങ്ങനെ അച്ഛനമ്മമാരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? പേരൻ്റ് എന്ന് പറയുമ്പോൾ ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനെ ടിപ്പിക്കൽ എന്നും ന്യൂജൻ എന്നുമൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാം. പക്ഷേ കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. അവിടെ ഈ ടിപ്പിക്കൽ ന്യൂജൻ എന്ന വേർതിരിവുകൾക്കൊക്കെ അപ്പുറത്ത് വൈകാരികമായ ഒരു തലം കൂടി ഉരുത്തിരിയും. അതായിരിക്കും അവിടെ ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായി മാറിയതും. എൻ്റെ കൂടെ ലല്ലു ചേട്ടനുണ്ട്, നമ്മുടെ സീനിയർ പേരൻ്റാണ് നമ്മുടെ ഡെസ്കിലെ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശങ്കകളൊക്കെ നമ്മളോട് പങ്കുവെക്കും. ലല്ലു ചേട്ടാ, ഇന്ന് അധ്യയന വർഷം തുടങ്ങിയേക്കുകയാണ്. സത്യം പറഞ്ഞ വാർത്തകളൊക്കെ കാണുമ്പം പേടി തോന്നും. പക്ഷേ നമുക്ക് ഈ മക്കളെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ ഈ ആശങ്കകൾക്കിടയിൽ ഇവരെ എങ്ങനെ ഒരു സുരക്ഷിതമായി പഠിപ്പിച്ചെടുക്കാൻ കഴിയും? അതൊരു വെല്ലുവിളി തന്നെയല്ലേ? നമുക്ക് ഈ നേരത്തെയൊക്കെ ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ആഡംബര വസ്തു എന്നൊക്കെ പറയുന്നതിനെ പറയും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അത്യാവശ്യ വസ്തുവാണ്, അതില്ലാതെ നമുക്കൊരു രക്ഷയില്ല. പക്ഷേ വളരെ ഈ ഡാൻ പറയുന്ന പോലെ വാർത്തകൾ കാണുമ്പോൾ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗം പോലുള്ള നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം പല സ്കൂളുകളിലെയും കുട്ടികളുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യും. സ്കൂളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ആശങ്കയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്കൂളുകളിലും കുറേ കൂടെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വളരെ ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളടക്കമുള്ളൊരു ജില്ലയാണ്, സർക്കാർ വിദ്യാലയമുള്ളൊരു ജില്ലയാണ്. അവിടെയൊക്കെ ഈ അധ്യാപക രക്ഷാകർതൃ സമിതിയൊക്കെ വളരെ ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളായിട്ടുണ്ടാക്കുന്ന ഈ പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപകരുണ്ടാക്കുന്നൊരു ബന്ധം ഭയങ്കര പേഴ്സണലായിട്ട് അത് കുട്ടികളായിട്ട് ഇടപെടുകയും കുട്ടികളുടെ ചെറിയ ചലനങ്ങൾ പോലും മാറ്റം ഉണ്ടാകുന്ന അതൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മളെക്കാൾ കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലേ, എന്തും തുറന്ന് പറയാൻ കഴിയുന്ന ഒരു വളരെ കൃത്യമായിട്ട് അറിയാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അധ്യാപകർ വിദ്യാർത്ഥികൾ ഒരുമിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഓരോ മാറ്റങ്ങളും അധ്യാപകർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. ലലുചേട്ടൻ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സിൽ അതിപ്പോഴും ഒരു വേദന നിറഞ്ഞൊരു കാര്യം. എങ്ങനെ അവിടെ നിന്ന് ഇപ്പോഴും ആ ചോദ്യത്തിനൊരു ഉത്തരമില്ല. എങ്ങനെ ഈ അവിടെ നിന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് ബസ്സിൽ പോയി തിരികെ ക്വാർട്ടേഴ്സിലേക്ക് ബസ്സിൽ വരുന്ന കുട്ടിയെ ഈ ലഹരി മാഫിയയ്ക്ക് എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഇപ്പോഴും പോലീസിനും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മുഴുവൻ സംവിധാനങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇതാണ് നമുക്കറിയാം, നമ്മൾ ഈ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, ഹൈസ്കൂളുകൾ പഠിക്കുന്ന ഈ പെൺകുട്ടികൾക്കൊക്കെ ചുറ്റിലും ഇപ്പോഴും ഈ സദാ വട്ടമിട്ട് പിറക്കുന്ന ഒരു കണ്ടുണ്ട് സംഘം ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ പല വാർത്തകളുടെയും പിറകെ പോയിട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിലേക്ക് മനസ്സിലാവുന്നതാണ്, സ്കൂളിൽ നിന്ന് യൂണിഫോമൊക്കെ ധരിച്ച് ബാഗോട്ടിറങ്ങുന്ന കുട്ടി സ്കൂളിലെത്തുന്നതിന് മുമ്പ് മറ്റൊരു വേഷം മാറുന്നു. പല സ്ഥലങ്ങളിലും കരിയർമാരെ ഇവർ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മളിതൊന്ന് ഇരുട്ടാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഈ ഓരോ വാർത്ത വരുന്നവരും നമുക്ക് കുട്ടികളുടെ മുന്നിലൊരു ശ്രദ്ധ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കുട്ടികളുമായിട്ട് പ്രത്യേകിച്ച് വീടുകളിൽ കുട്ടികളുമായിട്ടുണ്ടാകുന്നൊരു ബന്ധം വളരെ പ്രധാനപ്പെട്ടത്. കാരണം ഓരോ സംഭവങ്ങളും
വീട്ടിൽ വന്ന് രക്ഷകർത്താക്കളോട് പറയാൻ കഴിയുന്നൊരു ഒരു മാനസികപരമായ ഒരു ആരോഗ്യകരമായ ഒരു കാലാവസ്ഥ വീട്ടിനുള്ളിൽ കൂടി ഉണ്ടാവണം. അല്ല, നിങ്ങളൊക്കെ അങ്ങനെ കൂട്ടിലാണെന്നറിയാം. എന്നാലും ഈ മൊബൈൽ ഫോൺ ഏറ്റവും വലിയൊരു പരാതിയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും ഫോണിലാണ്. അപ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ നിലവിൽ ഈ തലമുറയെ കൊണ്ട് ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ്? അത് കണ്ടോ, അതിനൊരു സമയം വെച്ചിട്ടുണ്ടോ, അതോ എന്തെങ്കിലും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു? മോളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അതായത് 10ാം ക്ലാസ്സാണ്, ഇനി അങ്ങോട്ട് കുറച്ച് അത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുകയല്ല. 10ാം ക്ലാസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റെപ്പിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗത്തിലടക്കം ഉള്ളെങ്കിൽ ആ ഫോണിൽ നോക്കുന്ന കാര്യം ആ സമയത്തിലടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ നമുക്കും അത് ബോധ്യമാണ്. കാരണം ഈ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോലെ ഒരു ആശങ്ക അവർക്കും ഉണ്ട് അല്ലേ? കാരണം കൂടുതൽ സമയം ഫോണുമായിട്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധ്യം. നമ്മളത് അടിച്ചേൽപ്പിക്കുകയല്ല, നമ്മളത് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ സ്നേഹത്തോടെ നമ്മളത് ഉപദേശിക്കും. നമ്മളും ഈ ഫോൺ ഉപയോഗത്തിൽ കുറേയൊക്കെ മാറ്റും. ഇത് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് കുട്ടികളോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഇതൊരു ഭയങ്കര അവിശ്വാസവും അല്ല എന്നൊരു തോന്നൽ അവർക്കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചെല്ലാം ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തെ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം പാഠപുസ്തകമല്ല, അതിനപ്പുറത്തും ജീവിതമുണ്ട്, അതിനപ്പുറത്തും നമുക്ക് നിങ്ങളുടെ പാഠശാലയിൽ നിന്ന് പഠിച്ചെടുക്കണം. അത് എന്ന് കുട്ടികൾ തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കുട്ടികളത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മുടെ ന്യൂജൻ, നമ്മുടെ ഡെസ്കിലെ ന്യൂജനാണ് രേണുക. അപ്പോൾ രേണുക ഈ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ ഒരു കൺസേൺ, അതായത് ഒരുപാട് കൺസേൺ ഉണ്ടാകുന്ന ഒരു കാലം, അവിടെ ഒരു പെൺകുട്ടിയാണ് രേണുകയ്ക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ കാലത്തിൻ്റെ വെല്ലുവിളികൾ പറഞ്ഞ് മനസ്സിലാക്കി ആ സൗഹൃദം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? നിങ്ങൾ ന്യൂജൻ പേരൻ്റ് ആണോ, ടിപ്പിക്കൽ പേരൻ്റ് ആണോ? ഞാൻ ടോമും ഡാനും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ്. കാരണം അല്ലാണ്ട് ഞാനൊരു മോശം പേരൻ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ സമയം വിട്ടു നിൽക്കേണ്ടി വരുമ്പോൾ, പല ഷിഫ്റ്റുകളിലായിട്ട് വരുമ്പോൾ അവൾ സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി വളർന്നു വന്നൊരു മോളാണ്. എല്ലാവരുടെ അവസ്ഥ അത്. അതുകൊണ്ട് തന്നെ ഞാനൊരു മോശം പേരൻ്റ് ആണ് എന്ന, അല്ലെങ്കിൽ എൻ്റെ പേരൻറ്റിങ് അത്ര പെർഫെക്റ്റ് അല്ല എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. തിരിച്ചറിവാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അത് ആ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രേക്ഷകരും അങ്ങനെ തന്നെ എടുക്കാവൂ. നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ചൈൽഡ് റൈറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വെൽ അവെയറാണ്. നമ്മൾക്ക് അവരുടെ ഒപ്പം നിന്ന് അവരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ വിശ്വാസത്തിലെടുത്ത് ഒരു സംശയത്തിൻ്റെ കണ്ണ് ഒന്നും വെക്കാതെ അവരെ കൂടി, അവരുടെ ഒരു ഭാഗം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലേ, അവരുടെ ഭാഗത്ത് നിന്ന് മാത്രമേ നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവരുടെ ഒരു ശത്രുപക്ഷത്തോ അല്ലെങ്കിൽ ഒരു പേരൻ്റായി പോലും, നമ്മൾ പേരൻ്റായി മാത്രം നിന്ന് പോലും നമുക്ക് അവരുടെ ഫ്രണ്ടായിട്ട് നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാം, പറയാം. അവർക്ക് തോന്നണം നമ്മളെ അവർക്ക് വിശ്വാസം ആകണം. അവർക്ക് നിങ്ങളെ വിശ്വസിക്കാം, അവർക്ക് വിശ്വാസമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ നമ്മളോട് പറയാനുള്ള ഒരു ധൈര്യവും വിശ്വാസവും അവർക്കുണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ പേരൻ്റ് എന്ന നിലയിൽ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു സംശയം, അതായത് ഈ ജോലിയുടെ തിരക്കുണ്ട്, അതിപ്പം നമ്മൾ ഈ ഫീൽഡിലാണ്, എല്ലാ ഫീൽഡിലും മടിയുണ്ട്. ഞാൻ ചോദിച്ചത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ദിവസം ഒരു കുറച്ച് സമയമെങ്കിലും മോളുടെ കൂടെ ചെലവഴിക്കാൻ അങ്ങനെ പറ്റാറുണ്ടോ? അല്ലേ, ഞാൻ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ കരിയർ പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്, ഞാനൊരു കരിയറിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. കാരണം എൻ്റെ കരിയർ പോലും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം മോളിൽ നിന്ന് മാറി നിന്ന് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിന് എൻ്റെ അവസരങ്ങൾ ചിലപ്പോൾ എനിക്ക് ബലിയഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവളുടെ ഒപ്പം നിൽക്കണം, എല്ലാ ദിവസവും അവളുടെ ഒപ്പം നിൽക്കണം, ഒരു ദിവസം പോലും വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ അപ്പോൾ പോലും എനിക്കത് പോരാ, അതിൽ കൂടുതൽ കൊടുക്കണമായിരുന്നു എൻ്റെ കുഞ്ഞിന് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് പറ്റിയിട്ടില്ല. എൻ്റെ മകളെ സംബന്ധിച്ച് ഇൻഡിപെൻഡൻ്റ്, ഞാനൊരു സിംഗിൾ പാരൻ്റ് കൂടി ആയതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ് അവൾ. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ പേരൻറ്റിനുമുള്ള റിസ്ക് ഉണ്ട്, എനിക്കും ആ റിസ്ക് ഉണ്ട്. ആർക്കും നമുക്ക് എൻ്റെ മകൾ ഇങ്ങനെ ചെയ്യില്ല അല്ലെ അങ്ങനെ ചെയ്യില്ല എന്നൊന്നും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത കാര്യം. കാരണം കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല ഒരു തെറ്റിലേക്ക് പോകുന്നത്, അവർ പെട്ടുപോകുന്നതാണല്ലോ, അല്ലെങ്കിൽ അവരെ പെടുത്തുന്നതാണ്. അവർക്കാർക്കെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ആകും എന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് അവരെ നിരീക്ഷിക്കാം, ഈ പറയുന്ന പോലെ നിരീക്ഷിക്കാം, അവരുമായി സംസാരിക്കാം, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാം. പിന്നീട് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലോ ഏതെങ്കിലും തരത്തിലോ ഒരു അപകടത്തിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു തെറ്റായ വഴിയിൽ ഒരു കുട്ടി പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ
അവരെ അവിടെ നിന്ന് അവർക്കൊപ്പം നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ്. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. എനിക്ക് തോന്നുന്നത് അവരോടുള്ള മനോഭാവം ഒരു പേന പോലെ ആയിരിക്കരുത്, ഒരു പെൻസിൽ പോലെ ആയിരിക്കണം. പെൻസിലിന് പിന്നിലെ റബ്ബർ ഉപയോഗിച്ച് നമ്മൾ തെറ്റി വരുമ്പോൾ മായ്ക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആ കുറവുകൾ ക്ഷമിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവം, അത് തന്നെയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. വ്യക്തമാണ്. വളരെയധികം നന്ദി ഡാൻ കുര്യൻ, ഡാനി പോൾ, എസ് ലല്ലു, രേണുക. കാരണം അവരുടെ തന്തവൈബുള്ള രണ്ടുപേരുടെ വാക്കുകൾ നമ്മൾ കേട്ടു. എങ്ങനെ മക്കളെ കൈകാര്യം ചെയ്യണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക മാതാപിതാക്കളുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ കുട്ടികളെ എങ്ങനെ വളർത്തണം, ഒരു പാരൻറ്റിങ് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ പലർക്കും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി ചേരുന്നു. ഡോക്ടർ എൽസി ഉമ്മൻ, ഞാൻ ഞങ്ങളുടെ ന്യൂസ് റീഡറായിട്ടുള്ള രേണുക പറഞ്ഞതിൽ നിന്നും തുടങ്ങാം. രേണുക സൂചിപ്പിച്ച കാര്യമുണ്ട്. കാരണം ഞങ്ങൾ പ്രത്യേകിച്ചും ഈ വാർത്താ രംഗത്തുള്ളവർ, ഞങ്ങൾക്ക് പലപ്പോഴും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ അല്ലെങ്കിൽ മക്കൾക്കൊപ്പം ചെലവഴിക്കാൻ സമയം കുറവുള്ളവരാണ്. രാത്രി സമയങ്ങളിൽ ജോലി എടുക്കേണ്ടവരാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ IT മേഖലയിലുള്ളവർ അല്ലെങ്കിൽ പല രക്ഷിതാക്കളും പറയുന്ന, ഒരുപക്ഷെ അങ്ങയുടെ അടുത്ത് പങ്കുവെക്കുന്ന ആശങ്ക ഇത് തന്നെയായിരിക്കും, ഞങ്ങൾക്ക് സമയമില്ല. കാരണം ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ ജോലി എടുത്ത് സമ്പാദിക്കുന്നത് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അവരുടെ ഭാവി ജീവിതം തകർന്നു പോയാൽ നമ്മൾ സമ്പാദിക്കുന്ന ഈ സ്വത്തൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. ഈ കാലഘട്ടത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം രക്ഷിതാക്കളെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള നിലവിലത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലും ഒരുപക്ഷെ ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാവുന്ന അത്രയും ഒരു റിസ്ക് ഫാക്ടർ നമ്മുടെ സമൂഹം തരുന്നുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. അത് തന്നെയല്ല, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പലരും രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ചാനലിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ മാത്രമല്ല, പോലീസുകാരുടെ എടുത്താലും ഡോക്ടേഴ്സിൻ്റെ എടുത്താലും അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ എടുത്താലും ആരുടെ എടുത്താലും ഷിഫ്റ്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേരും. ചിലപ്പോൾ 24 hours ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ എല്ലാവരും തന്നെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന 4 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ലൈഫ് സ്റ്റൈലാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന കുട്ടികളാണ്. പേരൻസ് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ അവർ കിടക്കയിലേക്ക് പോകുന്ന, ടയേർഡായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ പേരൻസ് വരുന്നത് തന്നെ. പേരൻസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും വീട്ടിൽ കയറി വരുന്നത്. അപ്പോൾ അവർ തികച്ചും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. 2, അവർക്കൊരു സോഷ്യൽ ലൈഫ് ഇല്ല. പണ്ട് കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്, എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. അപ്പുറം ഇപ്പുറം ഉള്ളവരോ അല്ലെങ്കിൽ സാമൂഹ്യ ഇടപെടലുകളൊക്കെ കുറച്ചും കൂടെ ശക്തമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. കുട്ടികൾ ചുരുങ്ങി ഒരു ഗാഡ്ജറ്റിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒതുങ്ങുന്ന ഒരു ജീവിത രീതിയായി മാറിപ്പോയി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹീറോസ് എന്ന് പറയുന്നത്, പണ്ട് അച്ഛനായിരിക്കും ഹീറോ അല്ലെ അമ്മയായിരിക്കും ഹീറോ എന്ന് ഒരു കുട്ടിയെ സംബന്ധിച്ച്. ഇപ്പൊ അങ്ങനെയല്ല, വെർച്വൽ ഹീറോസ് ആണ്. സ്ക്രീനിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നോ അവരാണ് ഹീറോസ്. ആ രീതി അനുസരിച്ച് മോഡൽ ചെയ്യാനായിട്ടാണ് കുട്ടികൾക്ക് വ്യഗ്രതയും ആ രീതിയിലാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ശൈലിയും. നാലാമത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫോൾട്ടി പാരന്റിങ് സ്റ്റൈലാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാരന്റിങ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ മാറ്റങ്ങളൊക്കെ തന്നെ കുട്ടികളെ ഒരു രീതിയിലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിടാനോ ഉള്ള പ്രാപ്തി ഇല്ലാത്ത കുട്ടികളാക്കി മാറ്റിയിരിക്കുന്നു. കാരണം ഓവർ പ്രൊട്ടക്റ്റിംഗ് സ്റ്റൈൽ പാരന്റിംഗ് ആണ് ഒട്ടുമിക്ക ആൾക്കാരും. കാരണം ടോമി പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉള്ളിലൊരു കുറ്റബോധം കിടക്കും. ആ കുറ്റബോധം കിടക്കുമ്പോൾ കിട്ടുന്ന സമയത്ത് അത് 2-3 മിനിറ്റ് ആണെങ്കിൽ പോലും അമിത വാത്സല്യം കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കുന്നത് എന്തും കൊടുക്കാനായിട്ടും ഒന്നിനു പകരം 10 കൊടുക്കാനായിട്ടും, കാരണം സമയമോ ഞാൻ കൊടുക്കുന്നില്ല, എൻ്റെ സാമീപ്യമോ കൊടുക്കുന്നില്ല, അന്ന് അവനോ അവൾക്കോ ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, ധാരാളമായി കൊടുക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവർ ആ രീതിയിൽ ആ കുട്ടിയെ വളർത്തിപ്പഠിപ്പിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിസ്സാരം ഒരു ചെറിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ
ഒരു രീതിയിലും കെയറോ സംരക്ഷണമോ കിട്ടാതെ, ഇമോഷണലി ഒരു നർച്ചറിങ് കിട്ടാതെ വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇത്തരം ഫോൾട്ടി പാരന്റിങ് സ്റ്റൈല് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾ ഒരു അഡോളസെന്റ് ഏജ് ആകുമ്പോഴത്തേനും, കൗമാരം പ്രായം എത്തുമ്പോഴേക്കും അവർക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. കാരണം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു, മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും ഒക്കെയും അവർക്ക് വ്യത്യാസങ്ങൾ വരും. അതനുസരിച്ച് ഈ ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരു നോ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അവരുടെ ഒരു റിബല്യസ് നേച്ചർ ആ സമയത്ത് വരുമ്പോൾ പേരൻസിനും അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. തൽഫലമായിട്ട് കുട്ടികളും പൊട്ടിത്തെറിക്കും, പേരൻസും പൊട്ടിത്തെറിക്കും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ ചെറിയ പ്രൊവൊക്കേഷന് പോലും, അല്ലെങ്കിൽ ചെറിയ അതുവരെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പേരൻസ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് താങ്ങാനായിട്ട് പറ്റാതെ വരുന്നു. അന്നേരം അവർ വിയേർഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നു. ഒരു സെൽഫ് ഹാമോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഹനിക്കത്തക്ക രീതിയിലോ, അല്ലെങ്കിൽ ഒരു വയലൻസ് വീട്ടിൽ കാണിക്കുന്നതിനോ, അല്ലെങ്കിൽ അബ്സ്കോണ്ട് ചെയ്യുന്നതിനോ ഒക്കെയും ഉള്ളൊരു വ്യഗ്രത കുട്ടികളിൽ വരുന്നു. അത് തന്നെയല്ല, അവർ വീണ്ടും ഗാഡ്ജറ്റിന്റെ ഉള്ളിലേക്ക്, അവർ ആ ഒരു കെണിയിലേക്ക് അകപ്പെട്ടു പോകുന്നു, ഇതര കൂട്ടുകെട്ടിലേക്ക് അകപ്പെട്ടു പോകുന്നു. മറ്റാരെങ്കിലും ഒരു അറ്റൻഷൻ പുറമേ നിന്ന് കൊടുക്കുമ്പോൾ അതിലേക്ക് വ്യാപൃതരാകാനായിട്ട് ഒരു ടെൻഡൻസി വരുന്നു. ഇതൊക്കെയും നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം വരെ റെസ്പോൺസിബിലിറ്റി മാതാപിതാക്കൾക്ക് തന്നെയാണ്. അത് തന്നെയല്ല, അവർക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു തീർച്ചയായും ഡോക്ടർ എൽസി, ഇവിടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. പ്രത്യേകിച്ച് ലഹരി മാഫിയയും സോഷ്യൽ മീഡിയ കെണികളും ഒക്കെ പല രീതിയിൽ ഈ കുട്ടികളെ ഒരു അവരുടെ ഭാവി ജീവിതത്തിനെ തകർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിൽ വലിയ അപകട കെണി ഒരുക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മൾ ഈ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ ആശങ്കപ്പെടുത്തിയ കാര്യം, അച്ഛനും അമ്മയും വഴക്കു പറഞ്ഞതിൻ്റെ പേരിൽ കൗമാരക്കാരായ കുട്ടികൾ വീട് വിട്ടിറങ്ങിയ നിരവധി വാർത്തകൾ ഓരോ ദിവസങ്ങളിലും നമുക്ക് കേൾക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലെ മലപ്പുറത്തും പാലക്കാടും 2 കുട്ടികൾ, 2 +2 +1 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത് വീട്ടിൽ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇങ്ങനെ കാരണം എങ്ങനെ ഈ കുട്ടികളെ അങ്ങ് പറഞ്ഞതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വഴക്ക് പറഞ്ഞ, അല്ലെങ്കിൽ പണ്ടത്തെ ആ കാലഘട്ടം ഉണ്ടല്ലോ, ഈ പിള്ളേരെ ശിക്ഷിച്ച് ശകാരിച്ചൊക്കെ വളർത്തുന്ന കാലഘട്ടം മാറി അവരുടെ ഒരു സുഹൃത്തായി അവരെ കേട്ട് അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് ഈ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉത്തരവാദിത്വം, കുഞ്ഞുങ്ങളെ ലഹരി കെണിയിൽ നിന്നും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സ്കൂളുകൾക്കും സർക്കാരിനും മാത്രമല്ലല്ലോ. രക്ഷിതാക്കൾ ഇവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടത്? രക്ഷിതാക്കൾക്കാണ് ഏറ്റവും അധികം റോളുള്ളത്. അധ്യാപകർക്കും സർക്കാരിനും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സ്വഭാവ വ്യതിയാനങ്ങൾ കുട്ടികൾ കാണിക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് വിടുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. കാരണം അതായത് ഒരു കുട്ടി ലഹരിയിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഒരു പക്ഷേ നേരത്തെ കാണിച്ചു തുടങ്ങാം. പോട്ടെ, അങ്ങനെ ഒന്നുമില്ല, വെൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ലഹരിയിലേക്ക് തിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്റർവെൻഷന് പല സാധ്യതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവരെ ഇതിന്റെ ശരിതെറ്റ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ്. പല കുട്ടികളും ഈ ലഹരിയുടെ കെണിയിൽ പോയി പെടുന്നത് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്തായിരിക്കാം. ഒന്ന്. രണ്ടാമത് അവർക്ക് എന്തെങ്കിലും ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ധൈര്യക്കുറവോ ഉത്കണ്ഠയോ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു വിമുഖതയോ അതിനുള്ള ശേഷിയില്ലായ്മയോ ഒക്കെ ഉള്ളപ്പോൾ ഇത് അവരെ കുറച്ചുകൂടെ സ്മാർട്ടാക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണയിലായിരിക്കാം ഒരു പക്ഷേ കുട്ടികൾ ഈ കെണിയിൽ പോയി പെടുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ സർഗാത്മകലകളെ വർദ്ധിപ്പിച്ചെടുക്കാം, അത്തരം അതായത് സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവ് കിട്ടും, ഇത്തരമുള്ള ഒരു തെറ്റായ ധാരണയുടെ പുറത്തായിരിക്കും ഒരു പക്ഷേ കുട്ടികൾ ഇത്തരം കെണിയിൽ പോയി പെടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ് ഈ കുട്ടികൾക്ക് കൊടുക്കുക. ക്യൂരിയോസിറ്റി എന്നുള്ള നിലയിൽ ഈ കുട്ടികൾ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ വളർച്ചാ ഘട്ടത്തിന്റെ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഹൈ റിസ്ക് ബിഹേവിയറിൽ പോയി എത്തിപ്പെടുക എന്നുള്ളത്. അത് എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. അപ്പൊ അത് ആ കുട്ടികളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് ആ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ. അപ്പം അതിന്റെ ഒരു വരുമ്പരായി ആലോചിക്കാതെ അവരെടുത്ത് ചാടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. പിന്നെ ചില കുട്ടികൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാം, ചില കുട്ടികൾക്ക് ഇത് വളരെയധികം കൂടുതലായിട്ട് ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പിക്കപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിരിപിരിപ്പുള്ള കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികൾ, പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്തുചാടി പുറപ്പെടുന്ന കുട്ടികൾ, ഇത്തരം സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളെ പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഏറ്റവും അധികം അറിയാവുന്ന ആർക്കാണ്? ഈ മാതാപിതാക്കൾക്ക് തന്നെയാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ
സൂണർ ഓർ ലേറ്റർ അവരൊരു ലഹരിയുടെ ഒരു വഴി തേടി പോകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു തലച്ചോറാണ് അവർക്കുള്ളത് എന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് അവർ ഈ കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നത്തെ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ സവിശേഷതകളെ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇത് പിക്ക് ചെയ്യുക, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക, സഹായം ആവശ്യമാണെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ലഹരി തേടി പോകുന്ന ആ ഒരു പോക്ക് നമുക്ക് നിയന്ത്രിതമാക്കാനായിട്ട് പറ്റും. രണ്ടാമത്, ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു കുട്ടി അങ്ങനെ പോയെങ്കിൽ തീർച്ചയായിട്ടും സ്വഭാവ വ്യത്യാസങ്ങൾ ആ കുട്ടി കാണിച്ചു തുടങ്ങും. ഉദാഹരണത്തിന്, രാത്രി ഉറങ്ങാതെ ഇരിക്കുക, മുഴുവൻ സമയം ഗാഡ്ജറ്റുമായിട്ടിരിക്കുക, അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുക, ചെറിയ കാര്യത്തിനൊക്കെയും സാധനങ്ങളൊക്കെ തല്ലി പൊളിച്ചു കളയുക, പൊട്ടിത്തെറി ഉണ്ടാകുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആത്മഹത്യാ ഭീഷണി മുഴക്കുക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായിട്ട് അതിനെ കണക്കാക്കി അതിന് വേണ്ടുന്ന ഒരു ഹെൽപ്പ് എടുക്കേണ്ടത് ആവശ്യമാണ്. 3, ഈ പലപ്പോഴും പേരൻസിന് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവരുടെ മണി ട്രാൻസാക്ഷൻ കുട്ടികൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ചു കൊടുക്കും. തൽഫലമായിട്ട് പല കുട്ടികളും പേരൻസ് പോലും അറിയാതെ അവരുടെ ജിപേയോ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ട്രാൻസാക്ഷനോ ഒക്കെ വഴിയായിരിക്കും പലപ്പോഴും പല പ്രശ്നങ്ങളിലും പോയി എടുത്തു ചാടുന്നത്. ഉദാഹരണത്തിന് ഗാംബ്ലിങ് അല്ലെങ്കിൽ ഡ്രഗ്സിന് ആവശ്യമായിട്ടുള്ള പൈസ ഒക്കെയും അവർ കണ്ടെത്തുന്നത് സ്വന്തം പേരന്റിന്റെ അക്കൗണ്ടിൽ തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? യഥാർത്ഥത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് വെച്ച സുതാര്യമായി വെച്ച പേരൻസ് തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെയും നമ്മൾ പിടിമുറുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികൾ തന്നെയാണ്, പക്ഷെ എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ അവർക്ക് സ്വയം പര്യാപ്തത വന്ന് സ്വന്തമായി ഉത്തരവാദിത്തം എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ തക്ക പ്രാപ്തി വരുന്നതുവരെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് എക്സ്പോസ് ചെയ്തുകൂടാ. പിന്നെ അടുത്തൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ മദ്യത്തിന്റെയും അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ പിടിയിൽ കാട്ടി കൂടുതൽ വീട്ടിനുള്ളിൽ തന്നെ പിടിമുറുക്കുന്ന വല വിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗാഡ്ജറ്റ് അഡിക്ഷൻ. ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ എന്നുള്ള ഇന്റർനെറ്റ് അഡിക്ഷൻ, അത് ഗെയിമിംഗ് ഡിസോർഡർ ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് മനോരോഗത്തിന്റെ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഇതാണ് സ്വയമായിട്ട് വരുത്തി വയ്ക്കുന്ന ഒരു മനോരോഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് ലോകാരോഗ്യ സംഘടന തന്നെ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിന്റെ പട്ടികയിൽ തന്നെ, മെന്റൽ ഇൽനെസിന്റെ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തിയപ്പോൾ അത് എത്രമാത്രം ഭീകരമാണ്, എത്രമാത്രം ആ കുട്ടിയുടെ വളർച്ചയെയും തലച്ചോറിനെയും പ്രവൃത്തിയെയും സ്വഭാവത്തെയും അത് സാരമായി ബാധിക്കുന്നുവെന്ന് നമ്മൾ ഓർക്കണം. മറ്റ് ലഹരി വസ്തു ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ഈ മുറിക്കുള്ളിൽ കെട്ടുന്ന ഈ സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് മാതാപിതാക്കളാണ്. അത് ഹൈലി മോണിറ്റേർഡ് ആയിട്ട് കൊടുക്കണം. ഇന്നത്തെ കാലത്ത് അവർക്ക് ഗാഡ്ജറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പലതും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് മുന്നേറണമെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഇന്നത്തെ കാലത്ത് പറ്റില്ല. പക്ഷെ അത് സൂപ്പർവൈസ്ഡ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം പേരൻസിനുണ്ട്. അത് ലിമിറ്റ് സെറ്റിംഗ് വെക്കേണ്ട ഒരു ഉത്തരവാദിത്തം പേരൻസിനുണ്ട്. ഇന്ന സമയത്തിനപ്പുറം കൊടുക്കാൻ പാടില്ല. അലാം വെച്ച് വേണമെങ്കിൽ ഒരു റിമൈൻഡർ എന്ന നിലയിൽ നോക്കി ആ തരത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി ഇത് ആ സമയത്തിന് ക്രോസ് ചെയ്തതിന് ശേഷവും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് അവൻ അക്രമാസക്തനാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡിക്ഷൻ തന്നെയാണെന്ന് നമ്മൾ കണക്കിലെടുക്കണം. ആ കുട്ടിയെ ഏതെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണിച്ച് വേണ്ട ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. വളരെ നല്ല നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന്. ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കളുടെ, രക്ഷിതാക്കളുടെ ആശങ്ക അതെങ്ങനെ പരിഹരിക്കണം, അതേക്കുറിച്ചുള്ള അതോടൊപ്പം മക്കളെ ഈ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഡോക്ടർ എൽസി ഉമ്മൻ പങ്കുവച്ചത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അവരെ നശിപ്പിക്കുന്ന ഒരു മേഖല ഈ ലഹരി തന്നെയാണ്. ലഹരി മാഫിയ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് സ്കൂളുകളുടെയും ക്യാമ്പസുകളുടെയൊക്കെ പരിസരത്തുണ്ട്. അതീവ ജാഗ്രത വേണ്ട ഒരു കാലഘട്ടം തന്നെയാണിത്. വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ സ്കൂളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആദ്യ ആഴ്ചകളിൽ, പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തണമെന്ന്, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായി കണ്ട് നമ്മുടെ സമൂഹം ഒന്നടങ്കം ഈ വിഷയത്തിൽ ഇടപെടണം. ന്യൂസ് 18 ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഈ മാസം 10-ാം തീയതി കാക്കനാട് രാജഗിരി കോളേജിൽ വെച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. വിവിധ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ന്യൂസ് 18 ലഹരിക്കെതിരായ പോരാട്ടം സംഘടിപ്പിക്കുന്നുണ്ട്.